എടാ നേഴ്സിംഗ് കോളേജ് ചെയർമാന്മാരെ, ഞങ്ങളുടെ പെമ്മക്കളെ നിന്റെയൊക്കെ അടുത്തേക്ക് അയക്കുന്നത് നേഴ്സിംഗ് പഠിച്ച് അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കാനായിട്ടാണ്, അല്ലാതെ നിന്റെ ഒന്നും വെപ്പാട്ടിമാരായിട്ട് വെക്കാൻ വേണ്ടിയല്ല. ഒന്ന് ഓർത്തോ, പണവും പദവിയും ഒക്കെ ഉണ്ടെന്ന് ഓർത്തോണ്ട് ഏത് പെൺകുട്ടിയെ അങ്ങ് വരുതിയിലാക്കാമോ നീയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റി. ഇതേ കേരളത്തിന്റെ മക്കളാ. നീയൊക്കെ എവിടെ ആണെങ്കിലും, കർണാടക ആണെങ്കിലും തമിഴ്നാടായാലും ആന്ധ്ര ആയാലും മഹാരാഷ്ട്ര ആയാലും അങ്ങ് ഗോകർണത്തായാലും അവിടെ വരും, വന്ന് അതിന് നിന്നോടൊക്കെ കണക്കും ചോദിക്കും. നിങ്ങൾക്കറിയാവോ, കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ സംഭവിച്ച ഒരു പെൺകുട്ടിക്ക് സംഭവിച്ച ഒരു മോശപ്പെട്ട അനുഭവം. ഈ കോളേജ് ചെയർമാൻ ഈ കൊച്ചിനെ കണ്ടപ്പം ഒരു ഞരമ്പളക്കം. അവന് ഈ മോളെ കണ്ടപ്പം അവനൊരു തോന്നൽ അവൻ്റെ പഴയ കാമുകിയെ പോലെയാണോ. അപ്പോൾ പല രീതിയിൽ അവനെ പ്രലോഭിപ്പിക്കാൻ നോക്കി. ഈ പെൺകുട്ടി പ്രിൻസിപ്പാളിനോട് കംപ്ലൈൻറ്റ് പറഞ്ഞു. ഈ പ്രിൻസിപ്പാൾ എന്താ ചെയ്തത്? പ്രിൻസിപ്പാൾ പറഞ്ഞു, എൻ്റെ മോളെ നീ പോയി ചെയർമാൻ പറയുന്ന പോലെ അങ്ങ് കേട്ടോ, എങ്ങനെയുണ്ട്? ഇതാണ് അവസ്ഥ. എന്നിട്ട് ഈ ചെയർമാൻ എന്നാ ചെയ്തു? ഈ പെൺകുട്ടിയെ മാനസികമായിട്ട് തളർത്താൻ വേണ്ടി കള്ളക്കേസ് കൊടുത്തിരിക്കുന്നു. ഏതായാലും ഈ പെൺകുട്ടി മുമ്പോട്ട് വന്ന് തനിക്കുണ്ടായ മോശപ്പെട്ട അനുഭവം, ലൈംഗികാതിക്രമം മുമ്പിൽ വന്ന് പോലീസിൻ്റെ അടുത്ത് പരാതി കൊടുത്തു. FIR രജിസ്റ്റർ ആയി. ഇതിനെ തകർക്കാൻ, ഈ പെൺകുട്ടിയെ മാനസികമായിട്ട് തകർക്കാനാണ് ഈ ചെയർമാനും കൂട്ടരും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ കുട്ടിക്കെതിരെ കള്ള കംപ്ലൈൻറ്റ് കൊടുത്തത്. ഇത് നിങ്ങൾ ഓർക്കണം, ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. അതെങ്ങനെയാണ് എൻ്റെ പൊതുജനങ്ങളെ, പഴയ കൂലിപ്പണിക്കാരനും പഴയ ആക്രി കച്ചവടക്കാരനും ഏജൻറ്റ് കളിച്ച് കുറേ പണം ഉണ്ടാക്കിയിട്ട് 10ഉം 15ഉം അവൻ്റെ വലിയ സ്വർണ്ണമാലയും കയ്യെ വളയൊക്കെ ഇട്ട് ഇങ്ങോട്ട് വന്ന് വലിയ കാറെ വന്ന് കഴിയുമ്പം അവൻ കോളേജിൻ്റെ ചെയർമാനായി. അവനെ അങ്ങ് പൊക്കേക്കുമല്ല, അവൻ പിന്നെ അങ്ങനത്തെ വലിയ ആളാ. മറ്റൊന്നോ 5, 6, 7, 8 ആത്മഹത്യകൾ നടന്ന കോളേജുകളുണ്ട് നേഴ്സിംഗ്. അവിടെയൊക്കെ പിന്നെ ഒരു കാര്യം നോക്കാതെ മക്കളെ കൊണ്ടങ്ങ് ഏൽപ്പിച്ചിരിക്കുക അല്ലേ? അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ പരിശോധിക്കുന്നുണ്ടോ? നാളെ നമ്മുടെ വീട്ടിൽ, നിങ്ങളുടെ ഒരു കുട്ടിക്ക് വരുമ്പോൾ അതിൻ്റെ നോവറിയും. ഒന്നിച്ചു നിൽക്കണം, പ്രതികരിക്കണം. അവിടെ എനിക്കറിയാവുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്, ഡോക്ടർ സാറമ്മ മാത്യു. അവർ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ നിങ്ങളൊന്ന് കേട്ടേ. നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ വന്നിരിക്കുന്നത് ഒരു കാര്യം കൂടുതലായിട്ട് ബോധ്യപ്പെടുത്താനാണ്. പ്രത്യേകിച്ച് ഞാൻ മിനിഞ്ഞാന്നത്തെ 21 ഏപ്രിൽ ടൈംസ് നൗവിന് ന്യൂസ്, ഇത് കർണാടക ബാംഗ്ലൂർ, അവിടെ ഒരു സ്റ്റുഡൻറ്റ് വാസ് അറസ്റ്റ്, സെക്ഷലി ഹാരസ്മെൻറ്റ് നടന്നിട്ടുണ്ട്. ആ കൊച്ചിന് ചെയർമാനാണ് അതിന് അതുമാത്രമല്ല ചെയർമാൻ്റെ കൂടെ പ്രിൻസിപ്പളും കൂട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ 1-2 കേസസ് അല്ലല്ലോ നമ്മൾ കണ്ടുവരുന്നത്, അല്ലേ? ഇഷ്ടംപോലെ കേസസ് നമ്മളിപ്പം കഴിഞ്ഞിടയ്ക്ക് കണ്ടു. സിദ്ധാർത്ഥൻ്റെ കണ്ടു. അത് കഴിഞ്ഞിട്ടിപ്പം കണ്ടില്ലേ നിതിൻ രാജിൻ്റെ BDSലെ, അല്ലേ? ബോഡി ഷേമിങ്ങും അതുപോലെ ഹാരസ്മെൻറ്റും ഓരോ രീതിയിലുള്ള ഹാരസ്മെൻറ്റ്. ഇതിപ്പം പെങ്കൊച്ചിനെ സെക്ഷലി ഹാരസ് ചെയ്തെന്നുള്ളതാണ്. അതാണ് ടൈംസ് നൗവിൽ നമ്മൾ കണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നമുക്കിതിനൊരു അവസാനം വേണ്ടേ, അല്ലേ? Once and for all, stop this nonsense, അല്ലേ? നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്, ഞാനും പഠിച്ചിട്ടുണ്ട്, സ്കൂൾ കോളേജസ് എല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷേ അന്നുള്ള ടീച്ചേഴ്സ് അല്ല ഇന്നത്തെ ടീച്ചേഴ്സ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അന്നൊക്കെ നമ്മളൊക്കെ പഠിച്ചില്ലെങ്കിൽ നമ്മളെ വിളിച്ച് നമുക്ക് സ്പെഷ്യലായിട്ട് പറഞ്ഞു തരുന്ന ഒരവസ്ഥയായിരുന്നു അന്നത്തെ ടീച്ചേഴ്സ്. അഥവാ നമുക്ക് ഫീസില്ല കെട്ടാനായിട്ട് എല്ലാ ടീച്ചേഴ്സും കൂടെ ജോയിൻ ചെയ്തിട്ട് അവർ നമ്മുടെ ഫീസും കെട്ടി നമ്മളെ എൻകറേജ് ചെയ്യുന്ന ഒരു ടീച്ചേഴ്സിൻ്റെ കാലഘട്ടമായിരുന്നു, അല്ലേ? ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പം മാറിയിരിക്കുന്നത്, പെണ്ണുങ്ങളെ കാണുമ്പം സെക്ഷൽ ഹറാസ്മെൻറ്റ് ചെയ്യുക, തൊടാനും പിടിക്കാനും ഉള്ള ഒരു വസ്തുവായിട്ട് മാറുക പെണ്ണുങ്ങൾ. ഇതാണോ നമുക്ക് വേണ്ടിയത്? അതുകൊണ്ട് ഉണരൂ, വേക്കപ്പ്. എവറി പേരൻസ് ആൻഡ് എവറി സ്റ്റുഡൻസ്, എല്ലാ സ്റ്റുഡൻസും എല്ലാ മാതാപിതാക്കളും ഒന്ന് ഉണരണം. ഇങ്ങനെ ഇത് സമ്മതിക്കാൻ പാടില്ല. ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ മേളിൽ കടന്നു പോകുന്ന എന്തൊക്കെയാണ്, സത്യമോ അല്ലയോ അത് സെക്കൻഡറി ആണ്. പ്രയോറിറ്റി അവൾ കൊണ്ടുപോയി ഒരു കേസ് കൊടുത്തു. അവൾക്കെതിരായിട്ട് വേറൊരു കേസ് ഈ ചെയർമാൻ കൊടുത്തിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക എങ്ങനെയാണെന്ന്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ പേടി കാണത്തില്ലേ? ആ കുഞ്ഞു ഓർക്കത്തില്ലേ എന്നെ ഇയാൾ നാറ്റിക്കും, അതുകൊണ്ട് ഇതിലും ഭേദം ഞാൻ എന്തേലും കടുംകൈ ചെയ്യാമെന്ന്. അപ്പോൾ ആ കടുംകൈ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒത്തുചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് മുൻപോട്ട് വന്ന് ഇതിന് വലിയൊരു ഉത്സാഹം കൊടുത്ത് നമ്മളിതൊന്ന് നിർത്തലാക്കണം. ഈ ഒരു പരിപാടി ഇനി ഒരു കോളേജ് ക്യാമ്പസിലോ സ്കൂൾ ക്യാമ്പസിലോ നടത്താൻ പാടില്ല. താങ്ക് യു. ജയ് ഹിന്ദ്. രക്ഷിതാക്കളോട് 2 വാക്ക്. മക്കളെ പഠിപ്പിക്കാനായിട്ട് അയൽ സംസ്ഥാനത്തോട്ട് അയക്കുമ്പോൾ ഏജൻറ്റ് വന്ന് പറയുന്നതിലും ആ കളർഫുൾ ആയിട്ടുള്ള ആ ബ്രോഷറിലും
അവർ കാണിക്കുന്ന വീഡിയോയിലൊന്നും മാത്രം വിശ്വസിക്കാതെ തൻ്റെ മക്കളെ അയൽ സംസ്ഥാനത്തേക്ക് വിടുവാണ്, ഈ 3 വർഷം 4 വർഷം അവരുടെ കൈകളിൽ എൻ്റെ മക്കൾ സുരക്ഷിതരാണോ എന്ന് വീണ്ടും വീണ്ടും പരിശോധിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ രക്ഷകർത്താവിൻ്റെയും ചുമതലയാണ്. നമ്മൾ അഡ്മിഷൻ സമയത്ത് പറയുന്നതിൽ എന്തുമാത്രം തുകയാണ് ഇവന്മാർ അടിച്ചു മാറ്റുന്നത്. ഈ വേർപ്പിൻ്റെ ഫലവും കട്ടും മോട്ടിച്ചും മേടിച്ചിട്ടും ഇനി അടുത്തത് വേണം നമ്മുടെ പെമ്മക്കളുടെ ശരീരം. അനുവദിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ചെയർമാനല്ല, ഇതുപോലെ പല ചെയർമാന്മാരുമുണ്ട്. ഈ ചെയർമാൻ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കോളേജിൻ്റെ വാടകയ്ക്കെടുത്ത് ലീസിനെടുത്ത് അവൻ മാറി നിന്നുകൊണ്ട് ആ കോളേജ് ചെയർമാനായിട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പരിശോധിക്കണം. 1 അല്ല 9 വട്ടം പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കള്ളക്കേസ് കൊടുത്ത് സത്യത്തെ മൂടി വെക്കാൻ അനുവദിക്കരുത്. അതുകൊണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ഈ കാര്യങ്ങൾ ദയവായിട്ട് സമൂഹത്തിൽ എല്ലായിടത്തും വരുത്തണം. താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.